ഹായ് ഡിയർ ഫ്രണ്ട്സ്, കൂടുതൽ വീഡിയോകൾക്ക് ഷാഫീസ് ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തൂ. Good morning students, welcome to Shafi's Teacher Educator. Today we are going to deal with rheumatic heart disease. Rheumatic heart disease പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കഴിഞ്ഞ സെഷൻ rheumatic fever എന്ന് പറയുന്ന സെഷൻ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് rheumatic heart disease മനസ്സിലാകത്തുള്ളൂ. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വേരിയസ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ട്രൂ ഓർ ഫോൾസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഒരു ഏരിയയാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീൽ ചെയ്യാം. അതുപോലെ തന്നെ എൻഡ് ഓഫ് ദിസ് സെഷൻ നമ്മൾ കുറച്ച് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അതും കൂടെ ചെയ്ത് നോക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു ബുക്കും പേപ്പറും എടുത്തോളൂ, ബിക്കോസ് വി നീഡ് ടു റൈറ്റ് ദ നോട്ട്സ് ഓഫ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. ഇല്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല. അതുകൊണ്ട് ബുക്കും പേപ്പറും എടുത്തോളൂ, നമുക്ക് എഴുതി പഠിക്കാം. ഓക്കെ, rheumatic heart disease, otherwise known as RHD, that's a short form of rheumatic heart disease, is a condition in which the heart walls have been permanently damaged by rheumatic fever. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാർട്ട് വാൾസ് പെർമനന്റ് ആയിട്ട് ഡാമേജ് ആകപ്പെടുന്നു. എന്ത് കാരണം? റുമാറ്റിക് ഫീവർ കാരണം. സോ ദാറ്റ്സ് വൈ ഞാൻ നിങ്ങളോട് പറഞ്ഞത് റുമാറ്റിക് ഫീവർ പഠിച്ചതിന് ശേഷമേ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് പഠിക്കാവൂ. അപ്പോൾ റുമാറ്റിക് ഫീവർ വരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. The heart valve damage may start shortly after untreated or undertreated streptococcal infection such as strep throat or scarlet fever. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ കാരണമാണ് സ്ട്രെപ് ത്രോട്ട് അല്ലെങ്കിൽ സ്കാർലറ്റ് ഫീവർ ഉണ്ടാകുന്നതെന്നും ആ ഒരു അവസ്ഥ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഫോം ചെയ്യും. ആൻഡ് ദിസ് മേ ലീഡ്സ് ടു റുമാറ്റിക് ഫീവർ എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ റുമാറ്റിക് ഫീവർ നിലനിൽക്കുമ്പോൾ എന്തിന് ചാൻസ് ഉണ്ട്? ഹാർട്ട് വാൾവ്സിന് പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. ദ ഹാർട്ട് വാൾവ് ഡാമേജ് മേ സ്റ്റാർട്ട് ഷോർട്ട്ലി ആഫ്റ്റർ അൺട്രീറ്റഡ്. ഒന്നുകിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുക, അണ്ടർ ട്രീറ്റഡ്, ദാറ്റ് മീൻസ് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുക. Streptococcal infections such as strep throat or scarlet fever. An immune response causes an inflammatory condition in the body which can result in ongoing valve damage. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും? ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഫോം ചെയ്യും ടു പ്രിവെൻറ്റ് ദ ഇൻഫെക്ഷൻ ഓഫ് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ. അപ്പോൾ അത് എന്തിന് കാരണമാകും? പെർമനൻ്റ് ആയിട്ടുള്ള ഹാർട്ട് ഡാമേജിന് അല്ലെങ്കിൽ ഹാർട്ട് വാൽവിൻ്റെ ഡാമേജിന് കാരണമാകുന്നു. സോ ദിസ് ഈസ് നോൺ ആസ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. കിട്ടിയല്ലോ, ഇതാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം, വാട്ട് കോസസ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്? എന്താണ് മെയിൻ ആയിട്ടുള്ള കാരണം? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ റുമാറ്റിക് ഫീവർ. റുമാറ്റിക് ഫീവർ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ. എന്താണ് റുമാറ്റിക് ഫീവർ? ആൻ ഇൻഫ്ലമേറ്ററി ഡിസീസ് ദാറ്റ് ക്യാൻ അഫക്ട് മെനി കണക്റ്റീവ് ടിഷ്യൂസ് എസ്പെഷ്യലി ഇൻ ദ ഹാർട്ട്, ജോയിൻസ്, സ്കിൻ ഓർ ബ്രെയിൻ. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഹാർട്ടിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് റുമാറ്റിക് ഫീവർ എന്ന് പറയുന്ന ഇൻഫ്ലമേറ്ററി ഡിസീസ്. ദ ഹാർട്ട് വാൾസ് ക്യാൻ ബി ഇൻഫ്ലെയിംഡ് ആൻഡ് ബിക്കം സ്കെയർഡ് ഓവർ ടൈം. സോ ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതാണ്. എന്ത്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഇമ്മ്യൂൺ സിസ്റ്റം ഫോം ചെയ്യും. ആൻഡ് ദിസ് മേ ലീഡ്സ് ടു ദ പെർമനന്റ് ഡാമേജ് ഓഫ് ഹാർട്ട് വാൽവ് എന്നുള്ളത്. ഓക്കെ, ദിസ് ക്യാൻ റിസൾട്ട് ഇൻ നാരോയിങ് ഓർ ലീക്കിംഗ് ഓഫ് ദ ഹാർട്ട് വാൽവ്. ഓക്കെ, ഇതെന്തിന് കാരണമാകുന്നുണ്ട്? നാരോയിങ് ഓർ ലീക്കിംഗ് ഓഫ് ദ ഹാർട്ട് വാൽവ്, മേക്കിംഗ് ഇറ്റ് ഹാർഡർ ഫോർ ദ ഹാർട്ട് ടു ഫങ്ഷൻ നോർമലി. ഈ നാരോയിങ് അല്ലെങ്കിൽ ലീക്കിംഗ് ഓഫ് ദ ഹാർട്ട് വാൽവ് എന്തിന് കാരണമാകും? പ്രോപ്പറായിട്ട് ഹാർട്ട് ഫങ്ഷൻ ചെയ്യാതിരിക്കാൻ കാരണമാകും. ദിസ് മേ ടേക്ക് ഇയേഴ്സ് ടു ഡെവലപ്പ് ആൻഡ് ക്യാൻ റിസൾട്ട് ഇൻ ഹാർട്ട് ഫെയിലിയർ. ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഓപ്ഷൻ അല്ല കേട്ടോ. മീൻസ് ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ അണ്ടർ ട്രീറ്റഡ് അല്ലെങ്കിൽ എന്താണ് അൺട്രീറ്റഡ് കണ്ടീഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇതെന്തിന് കാരണമാകും? പതുക്കെ പതുക്കെ കുറച്ച് വർഷങ്ങളെടുക്കും ഈ ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഫോം ചെയ്യാനായിട്ട്. റുമാറ്റിക് ഫീവർ ക്യാൻ ഒക്കർ അറ്റ് എനി ഏജ് ബട്ട് എസ്പെഷ്യലി ഒക്കേഴ്സ് ഇൻ ചിൽഡ്രൻ ഏജസ് 5 to 15. അപ്പോൾ ഇത് എല്ലാ പ്രായത്തിലും വരാം, പക്ഷേ എസ്പെഷ്യലി ഏത് ഏജാണ് പറയുന്നത്? ചിൽഡ്രൻ ഏജ് 5 to 15 years old. Who is at risk for rheumatic heart disease? ആരൊക്കെയാണ്? നമ്മളിത് ഡിസ്കസ് ചെയ്തു.
untreated or undertreated strep infection can increase the risk for rheumatic heart disease. Then children who get repeated strep throat infection are at the most risk for rheumatic fever and rheumatic heart disease. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ചിൽഡ്രൻ അല്ലെങ്കിൽ ഓൾഡ് ഏജിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രോൺ ടു ഡിസീസ് എന്ന് നമ്മൾ പറയാൻ ചാൻസ് അല്ലേ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ സ്ട്രെപ് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായാൽ കുട്ടികളിൽ അത് നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് എന്തിന് കാരണമാവും? rheumatic ഫീവറിന് കാരണമാവും. ആൻഡ് ദിസ് മേ ലീഡ്സ് ടു rheumatic heart disease. സിംറ്റംസ് ഓഫ് rheumatic heart disease. rheumatic heart diseaseന്റെ സിംറ്റംസ് പറയുന്നതിന് മുമ്പായിട്ട് വി നീഡ് ടു ഡിസ്കസ് അബൌട്ട് ദ സിംറ്റംസ് ഓഫ് rheumatic fever. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. rheumatic ഫീവറിന്റെ സിംറ്റംസ് എന്താണെന്ന് നമ്മൾ നോക്കണം. ഇറ്റ് ടിപ്പിക്കലി ബിഗിൻ 1 to 6 weeks ആഫ്റ്റർ എ ബൗട്ട് ഓഫ് സ്ട്രെപ് ത്രോട്ട്. സ്ട്രെപ് ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പതുക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫെക്ഷൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് മേ ലീഡ്സ് ടു rheumatic fever എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻ സം കേസസ് ദ ഇൻഫെക്ഷൻ മേ ഹാവ് ബീൻ ടു മൈൽഡ് ടു ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് ഓർ ഇറ്റ് മേ ബി ഗോൺ ബൈ ദ ടൈം ദ പേഴ്സൺ സീസ് എ ഡോക്ടർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സിംറ്റംസ് നമുക്ക് നോക്കാം. ദ മോസ്റ്റ് കോമൺ സിംറ്റംസ് ഓഫ് rheumatic fever include നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫീവർ, swollen, tender, red and extremely painful joints, particularly the knees and ankles, nodules, lumps under the skin, then red, raised, lattice-like rash, usually on the chest, back and abdomen, shortness of breath and chest discomfort, very important, uncontrolled movements of arms, legs or facial muscles, then weakness. So these are the symptoms of rheumatic fever. We already discussed in the previous class. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിംറ്റംസ് ഓഫ് rheumatic heart disease. ഓക്കെ, സിംറ്റംസ് ഓഫ് rheumatic heart disease എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഡിഗ്രി ഓഫ് വാൾവ് ഡാമേജ് ആൻഡ് മേ ഇൻക്ലൂഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് എസ്പെഷ്യലി വിത്ത് ആക്ടിവിറ്റി ഓഫ് വെൻ ലൈങ് ഡൗൺ, ദെൻ ചെസ്റ്റ് പെയിൻ, ദെൻ സ്വെല്ലിംഗ്. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് മെയിനായിട്ട് വരാനുള്ള ചാൻസ് rheumatic heart disease. ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിഗ്രി ഓഫ് വാൾവ് ഡാമേജ്. എത്രമാത്രം വാൽവിന് ഹാർട്ട് വാൽവിന് ഡാമേജ് ഉണ്ടാകുന്നു എന്ന് ബേസ് ചെയ്തിട്ടിരിക്കും സിംറ്റംസ് ഓഫ് rheumatic heart disease നമുക്ക് കാണാൻ പറ്റുക. ഏതൊക്കെയാണ്? ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ചെസ്റ്റ് പെയിൻ ആൻഡ് സ്വെല്ലിംഗ്. ദെൻ ഡയഗ്നോസിസ്. പീപ്പിൾ വിത്ത് rheumatic heart disease will have or recently had a strep infection. ഉറപ്പായിട്ടും എന്തുണ്ടാവും? rheumatic heart disease വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ്. സോ അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സ്ട്രെപ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. എ ത്രോട്ട് കൾച്ചർ ഓർ ബ്ലഡ് ടെസ്റ്റ് മേ ബി യൂസ് ടു ചെക്ക് ഫോർ സ്ട്രെപ്. അതിന് യൂസ് ചെയ്യുന്നതാണ് ഒരു ത്രോട്ട് കൾച്ചർ. ത്രോട്ട് കൾച്ചർ എടുക്കുകയോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ദെൻ they may have a murmur or rub that may hurt during a routine physical exam. ഒരു murmuring അല്ലേ, ആൻഡ് അതുപോലെ തന്നെ ഒരു റബ്ബിംഗ് സൗണ്ട്. ഇത് രണ്ടും നമുക്ക് കേൾക്കാൻ പറ്റും. ഫിസിക്കൽ എക്സാം ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും എന്താ കൊണ്ടാണ് ഈ മർമറും റബ്ബും വരുന്നത്. ദ മർമർ ഈസ് കോസ്ഡ് ബൈ ദ ബ്ലഡ് ലീക്കിംഗ് അറൌണ്ട് ദ ഡാമേജസ് വാൾ. ഓക്കെ, ബ്ലഡ് ലീക്കിംഗ് അറൌണ്ട് ദ ഡാമേജസ് വാൾ, ദാറ്റ്സ് എ റീസൺ ഫോർ ദ മർമർ. Then what is rub? The rub is caused when the inflamed heart tissues move or rub against each other. So that's the main reason for the rub. അപ്പോൾ മർമറും റബ്ബും ഫിസിക്കൽ എക്സാമിന് അറിയാൻ പറ്റും. രണ്ടിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ദീസ് ആർ ദ ഡയഗ്നോസിസ് മെത്തേഡ്. ദെൻ ഇനി അതിൻ്റെ കൂടെ തന്നെ മറ്റ് എക്സാമുകളും നമ്മൾ ചെയ്യാൻ പറ്റും. എക്കോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ എക്കോ ടെസ്റ്റ് അല്ലേ. ദിസ് ടെസ്റ്റ് യൂസസ് സൗണ്ട് വേവ്സ് ടു ചെക്ക് ദ ഹാർട്ട് ചേമ്പേഴ്സ് ആൻഡ് വാൾവ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് electrocardiogram, ECG. This test records the strength and timing of the electrical activity of the heart. Then chest X-ray. An X-ray may be done to check your lungs and see if your heart is enlarged. Then cardiac MRI. This is an imaging test that takes detailed picture of the heart. Then blood test. Certain blood tests may be used to look for infection and inflammation. So ഇതൊക്കെയാണ് മറ്റ് ടെസ്റ്റുകൾ. ഇലക്ട്രോകാർഡിയോഗ്രാം ടെസ്റ്റ് ചെയ്യാം, ദെൻ എക്കോ കാർഡിയോഗ്രാം ടെസ്റ്റ് ചെയ്യാം, ചെസ്റ്റ് എക്സ്റേ, കാർഡിയാക് MRI ആൻഡ് ബ്ലഡ് ടെസ്റ്റ്. ഇനി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലാർജ് പാർട്ട് ഓൺ ഹൗ മച്ച് ഡാമേജ് ഹാസ് ബീൻ ഡൺ ടു ദ ഹാർട്ട് വാൾവ്സ്. അപ്പോൾ എത്രമാത്രം ഹാർട്ട് വാൾവ്സിന് ഡാമേജ് ഉണ്ടാക്കി എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇൻ സിവിയർ കേസസ് treatment may include surgery to replace or repair a badly damaged valve.
അപ്പോൾ സിവിയർ ആയിട്ടുള്ള കേസസിൽ നമുക്ക് ഇത് നോർമലി ലെഫ്റ്റ് വാൽവ്, നമുക്ക് അപ്പർ ആൻഡ് ലോവർ ലെഫ്റ്റ് ചേമ്പേഴ്സിൽ കാണുന്ന വാൽവാണ് മിട്രൽ വാൽവ് എന്ന് പറയുന്നത്. ഈ മിട്രൽ വാൽവിനെയാണ് കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത്, കോമൺലി അഫക്റ്റ് ചെയ്യുന്നതാണ്. മറ്റ് വാൽവിനെയും അഫക്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അഫക്റ്റ് ചെയ്യും. ബട്ട് കോമൺലി അഫക്റ്റ് ദ മിട്രൽ വാൽവ്, ദറ്റ് ഈസ് ദ വാൽവ് ക്യാൻ ബി സീൻ ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ ലെഫ്റ്റ് ചേമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട്. ഓക്കെ, അപ്പോൾ അതിനെ ഒന്നുകിൽ റീപ്ലേസ് ചെയ്യാം, മെക്കാനിക്കൽ ആയിട്ടുള്ള വാൽവ് അവൈലബിൾ ആണ്, അത് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ് ടു പ്രിവെൻറ്റ് റുമാറ്റിക് ഫീവർ. സോ റുമാറ്റിക് ഫീവർ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ വി കൻ യൂസ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് മേ ബി യൂസ്ഡ്. അപ്പോൾ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂൺ റെസ്പോൺസ് ഫോം ചെയ്യും, അതിൽ കൂടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഡാമേജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദെൻ പീപ്പിൾ ഹു ഹാവ് ഹാഡ് റുമാറ്റിക് ഫീവർ ഓർ ഓഫൺ ഗിവൻ ഡെയിലി ഓർ മന്ത്ലി ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് പോസിബിളി ഫോർ ലൈഫ് ടു പ്രിവെൻറ്റ് recurrent infection and lower the risk of further heart damage. ഈ ഒരു ഡെയിലി ഓർ മന്ത്ലി ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ചിലർക്ക് കൊടുക്കാറുണ്ട് ടു പ്രിവെൻറ്റ് ദ റെക്കറൻറ്റ് ഇൻഫെക്ഷൻ, ഇടയ്ക്കിടയ്ക്ക് ആ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹാർട്ട് ഡാമേജ് ഫർദറായിട്ട് ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുക. ടു റെഡ്യൂസ് ഇൻഫ്ലമേഷൻ ആസ്പിരിൻ, സ്റ്റെറോയിഡ്സ് ഓർ നോൺ സ്റ്റെറോയിഡൽ മെഡിസിൻസ് മേ ബി ഗിവൻ. അപ്പോൾ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്പിരിനോ സ്റ്റെറോയിഡ്സോ അല്ലെങ്കിൽ നോൺ സ്റ്റെറോയിഡൽ മെഡിസിൻസോ നമുക്ക് കൊടുക്കാം. ദെൻ കോംപ്ലിക്കേഷൻസ്, ഇത് ഓൾമോസ്റ്റ് എന്ത് തന്നെയാണ് നമ്മുടെ റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പഠിച്ചതിനകത്തുള്ള കോംപ്ലിക്കേഷൻസ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഹാർട്ട് ഫെയിലർ, ദിസ് ക്യാൻ ഒക്കർ ഫ്രം എയ്തർ എ സിവിയർലി നാരോഡ് ഓർ ലീക്കിംഗ് ഹാർട്ട് വാൾ. Then second one is bacterial endocarditis. This is an infection of the inner lining of the heart and may occur when rheumatic fever has damaged the heart valves. Then complication of pregnancy and delivery due to the heart damage. Women with rheumatic heart disease should discuss their condition with their healthcare provider before getting pregnant. അപ്പോൾ അത് പ്രഗ്നൻ്റ് ആയിക്കൂടാ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അതിൻ്റെ സിവിയാരിറ്റി അനുസരിച്ചിട്ട് വേണം പ്രഗ്നൻ്റ് ആകുന്നത് അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതൊക്കെ തീരുമാനം എടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് റപ്ചേർഡ് ഹാർട്ട് വാൾവ്. ദിസ് ഈസ് എ മെഡിക്കൽ എമർജൻസി ദാറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് സർജറി ടു റീപ്ലേസ് ഓർ റിപ്പയർ ദ ഹാർട്ട് വാൾവ്. ദെൻ പ്രിവെൻഷൻ, rheumatic heart disease can be prevented by preventing strep infection or treating them with antibiotics when they do occur. It's important to take antibiotics as prescribed and to complete them as instructed even if you feel better after a few days. അപ്പോൾ പ്രിവെൻഷൻ എന്ന് പറയുന്നത് can be prevented by preventing strep infection. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ. സ്ട്രെപ്പ് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുക വിത്ത് ആൻറ്റിബയോട്ടിക്സ്. And it is important to take antibiotics as prescribed and to complete them as instructed. നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ അതിനൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്ര ടാബ്ലറ്റ്സ് ഇത്ര ദിവസം കഴിക്കണമെന്ന് ഡോക്ടർ പറയും. പക്ഷെ നമ്മൾ ഇൻഫെക്ഷൻ കുറഞ്ഞു വരുന്നത് കാണുമ്പോൾ നമ്മൾ പതുക്കെ അത് സ്റ്റോപ്പ് ചെയ്യും. ചെയ്യരുത്, എന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യണം. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഇഫക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് MCQ റിലേറ്റഡ് ടു റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റുമാറ്റിക് ഹാർട്ട് ഡിസീസിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിനി MCQയിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് വൺ ഈസ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് യൂഷ്വലി ഫോളോസ് എ സോർ ത്രോട്ട്. ഞാനിവിടെ ആൻസർ പറഞ്ഞു പോകുന്നുണ്ട് ബിക്കോസ് അധികം നമുക്ക് സമയമില്ല, കാരണം നമുക്ക് ആൻസേഴ്സ് തന്നെയാണ് വേണ്ടത്. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് യൂഷ്വലി ഫോളോസ് എ സോർ ത്രോട്ട് അല്ലേ, ശരിയല്ലേ? ട്രൂ ആണ്. സോർ ത്രോട്ട് ഉണ്ടാവും, കാരണം നമ്മൾ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വരുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഈസ് അസോസിയേറ്റ് വിത്ത് ഡാമേജ് ടു ദ ഹാർട്ട് വാൾസ്. ശരിയാണല്ലോ, അപ്പോൾ അത് ആൻസർ ഈസ് ട്രൂ. ദ ഹാർട്ട് വാൾ ഡാമേജ് ഈസ് അപ്പറന്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് റുമാറ്റിക് ഫീവർ. ദറ്റ് ഈസ് ഫാൾസ് ആണ്, കാരണം നമ്മൾ പഠിച്ചതാണ് കുറച്ച് വർഷങ്ങളെടുക്കും അല്ലേ, പതുക്കെയാണ് ആ ഡാമേജ് ഉണ്ടാകുന്നത്. അല്ലെ പെട്ടെന്ന് റുമാറ്റിക് ഫീവർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം അല്ല റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് false. Rheumatic heart disease cannot be prevented. False അല്ലേ, കാരണം വെച്ച് കഴിഞ്ഞാൽ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് കണ്ടീഷൻസ് സ്കാർലറ്റ് ഫീവർ അല്ലെങ്കിൽ സ്ട്രെപ്പ് ത്രോട്ട് ഉണ്ടാക്കുന്ന കണ്ടീഷൻസിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനായിട്ട്
പറ്റും. അപ്പോൾ കനോട്ട് ബി പ്രിവെൻറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഈസ് ഫോൾസ്. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഈസ് ട്രീറ്റഡ് ഓൺലി ബൈ സർജറി. ഫോൾസ് അല്ലേ? കാരണം നമുക്ക് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ട്രീറ്റ് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഫെക്റ്റഡ് ബൈ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ. റുമാറ്റിക് ഹാർട്ട് ഡിസീസ് റൺസ് ഇൻ ഫാമിലീസ്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുമോ, ഫാമിലീസിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോൾസ് ആണ്. കാരണം ഇത് ഏത് കണ്ടീഷനിൽ മാത്രമേ വരുന്നുള്ളൂ? നമ്മുടെ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തിന് കാരണമാവും? റുമാറ്റിക് ഫീവറിന് കാരണമാവുന്ന കണ്ടീഷനിലാണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് വരുന്നത്. ഒരിക്കലും അത് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കണ്ടീഷനല്ല. പക്ഷേ ഏത് സ്പ്രെഡ് ചെയ്യാം? സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. പ്രഗ്നൻസി ഷുഡ് ബി അവോയ്ഡഡ് ഇഫ് യു ഹാവ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. ഫോൾസ് ആണ്. ഞാൻ നിങ്ങളോട് ആ ഒരു പോയിന്റ് പറഞ്ഞപ്പോഴേ പറഞ്ഞു പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യേണ്ട കാരണമൊന്നുമില്ല. ബട്ട് വി നീഡ് ടു ഡിസ്കസ് വിത്ത് ദ ഡോക്ടർ. നമ്മുടെ സിവിയാരിറ്റി അല്ലേ, റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ സിവിയാരിറ്റി പറയണം. അതിനുശേഷം മാത്രമേ പ്രഗ്നന്റ് ആകുമോ ആകാതിരിക്കുമോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ദ ആൻസർ ഈസ് ഫോൾസ്. There is a vaccine available to prevent rheumatic heart disease. The answer is false. കാരണം ഇതുവരെ വാക്സിൻസ് ഒന്നുമില്ല റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്. യു വിൽ ഫീൽ ബ്രെത്ത്ലെസ് ഇഫ് യു ഹാവ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്. ശരിയാണല്ലോ, ഒരു സിംറ്റം നമ്മൾ പറഞ്ഞതാണ് ബ്രെത്ത്ലെസ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരിക. ഷോർട്ട്നെസ് ഓഫ് ദ ബ്രെത്ത് എന്ന് നമ്മൾ പഠിച്ചു സിംറ്റംസിനകത്ത്. സോ ആൻസർ ഈസ് ട്രൂ. And the last one is the heart valve between the left chambers of the heart is most commonly affected by rheumatic heart disease. ശരിയാണല്ലോ, മിട്രൽ വാൽവിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. that the valve between upper and lower left chambers of the heart എന്ന് നമ്മൾ പഠിച്ചു. So answer is true. ഇത് പറയുന്നത് കോമൺലി അഫക്റ്റഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ഏതിനെ തന്നെയാണ്? മിട്രൽ വാൽവിനെ തന്നെയാണ്. എന്ന് വിചാരിച്ചിട്ട് മറ്റു വാൽവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചെയ്യും. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദിസ് സെഷൻ. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എന്ത് ചെയ്യാം? നന്നായിട്ട് ഇതൊന്ന് കാണുക. പ്രോപ്പറായിട്ട് കണ്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. നോട്ട് എഴുതി വേണം ഇതിൻ്റെ പ്രിപ്പറേഷൻ നടത്താൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം. താങ്ക് യു.